ഈ വീടിൻ്റെ പ്രത്യേകതയുണ്ട്, ഇത് ഫുള്ള് തടി കൊണ്ടുണ്ടാക്കിയതാണ്. ഇതിങ്ങനെ ഊഞ്ഞാൽ കണക്കുള്ളൊരു സാധനം. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? മാനിൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്, പണ്ടത്തെ ടൈപ്പ്. കണ്ടോ, എങ്ങോട്ടെങ്കിലും കൊളു പോകുന്നു. അണ്ട് ഇവിടെ ഇങ്ങനെ ബാറിൻ്റെ ഒരു സെറ്റപ്പ് പോലെ. പിന്നെ നമ്മുടെ ബാത്ത് ടബ് വെളിയിൽ വെച്ചേക്കുന്നത്. രാത്രി വന്യജീവികളൊന്നും വരാതിരുന്നാൽ നന്നായിരുന്നു കേട്ടോ. എല്ലാവർക്കും ആർജി വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ Airbnb വഴി ബുക്ക് ചെയ്ത വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ വീടിൻ്റെ റിവ്യൂ ആണെന്ന് കാണിക്കാൻ പോകുന്നത്. ഈ വീടിൻ്റെ പ്രത്യേകതയുണ്ട്, ഇത് ഫുള്ള് തടി കൊണ്ടുണ്ടാക്കിയതാണ്. ഞങ്ങളുടെ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനും കയറിയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ. അതായത് ഇതിൻ്റെ ഇൻറ്റീരിയറും ഈ വീടും ഒക്കെയാണ് ഞങ്ങളൊന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നല്ല 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തൊരു വീടാണ്. സ്റ്റെപ്പ് കയറിയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വൈകിട്ട് സമയത്തോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഇവിടെ ഇരിക്കാം. പിന്നെ അതേ കണക്ക് തന്നെ ബാർബിക്യൂട്ടുള്ള സെറ്റപ്പും ഉണ്ട്. ഇങ്ങനെ ഊഞ്ഞാൽ കണക്കുള്ളൊരു സാധനം. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? സൂര്യപ്രകാശം കണ്ണിലോട് അടിക്കുന്നു കേട്ടോ. സ്വിങ്ങോ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ നമുക്കിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ വീടിൻ്റെ അകത്തോട്ട് കയറുവാണ്. കുഞ്ഞോ കളിച്ചു തുടങ്ങിയല്ലോ. വീടിൻ്റെ അകത്ത് കയറി അടിപൊളി ഇൻറ്റീരിയർ. പിന്നെ നമുക്ക് ബീൻ ബാഗ്സ് കുറച്ച് ഇട്ടിട്ടുണ്ട്. വലിയൊരു TV ഉണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുള്ള് വുഡനായിട്ടാണ്. അത് തടിയുടെ ഒരു കളറും തടിയുടെ ഒരു ഫിനിഷുമാണ്. ഇത് ലെതറിൻ്റെ 2 കൗച്ചും ഇരിക്കാനും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലേ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. എനിക്കിഷ്ടപ്പെട്ടാണ് മാനിൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഫ്ലോർ ലാമ്പ് വെച്ചിട്ടുണ്ട്. നമ്മുടെ കിച്ചണിലോട്ട് വരുമ്പോഴത്തേന് ചെറിയൊരു കിച്ചണാണ്. അതായത് ഒരു ചെറിയ ഫ്രിഡ്ജും ഒരു മൈക്രോവേവ് ഓവനും പിന്നെ ഇത് ഡിഷ് വാഷറാണെന്ന് തോന്നുന്നു. ഡിഷ് വാഷർ, ഇത് കണക്ക് ബ്രെഡ് ടോസ്റ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മറ്റേ ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു സ്റ്റൗ ആണ് ഇത്. അതുകൊണ്ട് ഇപ്പം ഓൾറെഡി ഇത് ഹീറ്റ് ആവുന്നുണ്ട്. ഇതെന്നെങ്കിൽ ഇത് ഇലക്ട്രിക് ഒന്നുമല്ല, ഇത് നോർമലായിട്ട് നമ്മൾ ഇതേ കണക്കുള്ള തടി, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ വിറകെന്നാണ് പറയുന്നത്. ഇതിട്ട് പിന്നെ ചൂടാക്കി വെക്കുക. വീടിനകത്തൊരു ചെറിയ ചൂടുണ്ട്. പിന്നെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ക്യാൻഡിൽ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫോൺ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ലോക്കൽ കോളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതിനകത്ത് നോക്കിയപ്പോൾ കണ്ടായിരുന്നു. പണ്ടത്തെ ടൈപ്പ് കണ്ടോ, എങ്ങോട്ടെങ്കിലും കൊളു പോകുന്നു. അണ്ട് ഇവിടെ ഇങ്ങനെ ബാറിൻ്റെ ഒരു സെറ്റപ്പ് പോലെ കുറേ പിന്നെ വൈൻ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ എന്താ പറയുന്നത്, ആൻറ്റിക്കായിട്ടുള്ള കുറേ സാധനങ്ങൾ, ക്യാമറ കണക്കുള്ള സാധനങ്ങൾ, അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാ ഇനി റൂമിലോട്ടൊന്ന് കയറാം. പിന്നെ ചെറിയൊരു പാസേജ് വഴി നമ്മൾ റൂമിലോട്ട് കയറും. ഇവിടെ ആണെങ്കിൽ നമുക്കിവിടെ കയാക്കിംഗ് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള ജാക്കറ്റ് നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു. അവർ സൈസ് ജാക്കറ്റ് ഇവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് ആവശ്യമുള്ള ഉപയോഗിക്കാം. പിന്നൊരു ലോണ്ട്രിയുടെ റൂമുണ്ട്. ഇവിടെ വാഷ് ചെയ്യാനുള്ള വാഷിംഗ് മെഷീനും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിനും വെച്ചിട്ടുണ്ട്. ഡ്രയറും ഉണ്ട്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ഒരു വുഡൻ ഫിനിഷും വൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അതായത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വൈറ്റും ഒരു മൊത്തത്തിലുള്ളൊരു വുഡൻ ഫിനിഷായിട്ട്. പിന്നെ ഒരു വാൾഡ്രോബ് ഉണ്ട്. വാൾഡ്രോബിലും നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഹീറ്ററും വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ആയിട്ടുള്ള ഹീറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ബ്ലാങ്കറ്റും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. വാഷ്റൂമിലോട്ട് വരുമ്പോഴത്തേനും ഒരു ടവൽ അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഒരു വാഷ് ബേസിൻ, പിന്നെ ആണെങ്കിൽ ഷവർ ചെയ്യാൻ റൂം. ഇവിടെ അടുത്ത ബെഡ്റൂം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇത് അടിപൊളി ബെഡ്റൂമേ. ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും വൈറ്റാണ്, വുഡൻ ഫിനിഷ്. പിന്നെ ആണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും നല്ല ആൻറ്റിക്ക് കണക്കുള്ള സൈഡ് ടേബിളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. നല്ല ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു മിറർ. നമുക്ക് ഈ സാധനമുണ്ട്. ഈ സാധനം വിട്ട് നമുക്ക് സായിപ്പ് ആയാലോ, ഇങ്ങനെ മിസ്റ്റർ പെരേര ചെയ്യുമ്പോൾ മിസ്റ്റർ പെരേര ആവാൻ പറ്റും. ഇതിനൊക്കെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സൈഡ് ലാമ്പ് നല്ല രസം. പിന്നെ നമ്മുടെ ബാത്ത് ടബ് വെളിയിൽ വെച്ചേക്കുന്നത്. ഇവിടെ നല്ല ഹോട്ട് വാട്ടറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഇങ്ങനെ ഇരിക്കാം. ഇവിടെ ഒരു ഗ്ലാസ് വൈനൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഔട്ട്ഡോർ നൈറ്റിലൊക്കെ ഇരുന്നിട്ട് ഇവിടെ നമുക്ക് തീ ഇടാൻ പറ്റും. തീ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ കായാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ ടേബിൾ കണക്കുള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടിയുടെ ഒരു പീസ് വെച്ചേക്കുക. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഒരു ആൻറ്റിക് ലുക്കുണ്ട്. പിന്നെ ആണെങ്കിൽ ഒരു ബെഞ്ചും വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന് ഒരു ഔട്ട് ഹൗസ് പോലുള്ളൊരു സംഭവമുണ്ട്. നമ്മൾ ഈ പിന്നെ തീ കായുന്ന ഇതിനടുത്ത് തന്നെ നമുക്ക് അതിൻ്റെ താക്കോലും അവർ തന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്തോട്ട് കയറി എന്തൊക്കെയാണെന്ന് നോക്കുക. ഇവിടെ എന്ന് പറയുമ്പോഴത്തേന് 2 പേർക്ക് വിശാലമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു ഡബിൾ ബെഡ് കിടപ്പുണ്ട്. പിന്നെ വിശാലമായിട്ട് സ്റ്റോറേജും സംഭവമൊക്കെ ഉണ്ട്. കോഫിയും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഒരു ചെറിയ ഫ്രിഡ്ജും ഉണ്ട്. ഇത് ഹീറ്റ് ചെയ്യാനുള്ള സംഭവമാണ്. TV ഉണ്ട്. പിന്നെ ഈ റൂമിന് മാത്രമേ ഉള്ളൂ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും ഉണ്ട്. അവിടെ ചെറിയൊരു ഷവർ ചെയ്യാനുള്ള സംഭവം. പിന്നെ
ഒരു ചെറിയ ബാത്റൂം. നമ്മുടെ ഔട്ട് ഹൗസിൻ്റെ തൊട്ടപ്പുറത്തിലൂടെ ഇവിടെ കാട് കണക്ക് തോന്നും കേട്ടോ, മൊത്തം കാടാണ്. രാത്രി വന്യജീവികളൊന്നും വരാതിരുന്നാൽ നന്നായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ നല്ല നല്ല ഗ്രീനറി ആയിട്ട്. ഇത് നാരങ്ങയാണ് കേട്ടോ, ഇവിടെ നാരങ്ങയൊക്കെ ഇങ്ങനെ വെച്ച് പിടിച്ചിട്ടുണ്ട്. നല്ല ഒരെണ്ണം പഴുത്ത് നിൽക്കുന്ന കേട്ടോ, കേട്ടോ. നമുക്ക് ഒരെണ്ണം വെച്ച് നാരങ്ങ വെള്ളം വേണമെങ്കിൽ കുടിക്കാം കേട്ടോ. പിന്നെ അവിടെ ആണെങ്കിൽ മറ്റേ തീ കായാനുള്ള തടി വെച്ചിട്ടുണ്ട്. അന്നേരം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ റൊട്ടറുവയുടെ കാഴ്ചയും കുറച്ച് ആക്ടിവിറ്റീസുമായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബായ്.